ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്രയിൽ പ്രതിബന്ധങ്ങൾ ഏറെയുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തന്ത്രങ്ങൾ കൊണ്ട് മോദി അതിനെയെല്ലാം അതിജീവിച്ചു. മോദിയുടെ തേരോട്ടത്തിൽ വീണവരെ നോക്കിയാൽ അറിയാം ആ കുതിപ്പിന്റെ വേഗതയും ശൗര്യവും. BJPയുടെ സ്ഥാപക നേതാവായ LK അദ്വാനി ഉൾപ്പെടെയുള്ളവരെ നിശബ്ദരാക്കി പാർട്ടിയുടെയും രാജ്യഭരണത്തിന്റെയും നിയന്ത്രണം മോദി ഏറ്റെടുക്കുകയാണ്. നേതൃത്വത്തിലെ ഭിന്നതയും തമ്മിലടിയും കൊണ്ട് വലഞ്ഞ BJPക്ക് RSS നൽകിയ ഒറ്റമൂലിയാണ് നരേന്ദ്രമോദി. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് BJPക്ക് മോദി എന്ന ഒറ്റമുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സുഷമ സ്വരാജുമെല്ലാം നിഷ്പ്രഭരായി പോയ പ്രചാരണം. 2001 ഭൂകമ്പത്തിൽ നാമാവശേഷമായി പോയ ഗുജറാത്തിനെ പുതിയ പാതയിലേക്ക് നയിക്കാനായി എന്നത് മോദിയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ഗുജറാത്ത് കലാപത്തിന്റെ കറുത്ത പാടുകൾക്കപ്പുറവും ഈ വികസന നേട്ടങ്ങൾ മോദിയുടെ തിളക്കം കൂട്ടുന്നു. ഗുജറാത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ വളർച്ച അദ്ഭുതമോ കഥയോ ചെപ്പടിവിദ്യയോ അല്ല. കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും കഥ ഈ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. ഒരാളുടെ നിർദ്ദേശത്തെ മറ്റുള്ളവർ അക്ഷരം പ്രതി അനുസരിക്കുന്ന സംഘശൈലി മോദിയിൽ കാണാം. ഈ ശൈലി തന്നെയാണ് മോദി എന്ന നേതാവിന് ഒരു ഇന്ദ്രജാലക്കാരന്റെ പരിവേഷം നൽകിയതും. മോദിക്കെതിരെ ഉയർത്തിയ ഓരോ ആരോപണങ്ങളും എതിരാളിക്ക് മേൽ ബൂമറാങ് പോലെ പതിച്ചു. മോദിയുടെ അച്ഛൻ ദാമോദർ ദാസ് ഗ്രാമത്തിൽ ചായക്കട നടത്തിയിരുന്ന ചായക്കടക്കാരൻ എന്ന അധിക്ഷേപത്തെ മോദി നേരിട്ടത് രാജ്യമാകെ ആയിരക്കണക്കിന് നമോട്ടി സ്റ്റാളുകൾ ഒരുക്കിയാണ്. ഇങ്ങനെ വാർത്തകളുണ്ടാക്കി മോദി സ്വയം വാർത്തയായി രാജ്യമാകെ നിറഞ്ഞു നിന്നു. ഒടുവിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. മോദിയെ വിലക്കിയ അമേരിക്ക മോദിക്കായി പരവതാനി വിരിക്കാനൊരുങ്ങുന്നു. ഗുജറാത്തല്ല ഇന്ത്യ എന്ന് മോദി തിരിച്ചറിയുന്നുണ്ട്. മോദിയിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ ദിശാബോധമാണ്. ആസൂത്രിതവും ദീർഘവീക്ഷണത്തോടുമുള്ള ചുവടുകൾ നരേന്ദ്രമോദിയിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.